എല്ലാവർക്കും നമസ്കാരം. മന്ത്രത്തെയും നാമത്തിനെയും കുറിച്ച്, അതിൻ്റെ ജപത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാം. നമ്മൾ നാമം ജപിക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് നാമം ജപിക്കുന്നത്? എന്താണ് നാമം? എന്താണ് മന്ത്രം? മന്ത്രം ജപിക്കുക, നാമം ജപിക്കുക, നാമം ചൊല്ലുക എന്ന് പറയും. മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയാണ്. മാത്രമല്ല, മന്ത്രം ദീക്ഷ എടുക്കണം. ദീക്ഷതയിലൂടെ മനുഷ്യൻ ആത്മീയതയിലേക്കുള്ള വഴിയാണ് മന്ത്രജപം. നാമജപം എന്ന് വെച്ചാൽ ലൗകികമായ ജീവിതത്തിൽ ആത്മീയമായ ആ ഉന്നതിക്ക് വേണ്ടിയാണ്. ഈ നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം എഴുതി നമുക്ക് തന്നത്, ഉണ്ടാക്കിയത് ഋഷീശ്വരന്മാർ. ഒരു മന്ത്രത്തിന് ഒരു ഋഷി ഉണ്ടായിരിക്കും. അത് ആരാണോ അത് ഉണ്ടാക്കിയത്, ആരാണോ മനസ്സിലാക്കിയത്, അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ ഋഷി എന്ന് പറയും. മന്ത്രത്തിനുണ്ട്, നാമത്തിനുണ്ട്. അത് എങ്ങനെയാണ് ജപിക്കേണ്ടത്? അതാണ് പറയുന്നത്. അതായത് ഛന്ദസ്, ഋഷി, ഛന്ദസ്, ദേവത, അങ്ങനെ 3 ഘട്ടം. ആരാണോ അത് ഉണ്ടാക്കിയത് അത് ഋഷി. എങ്ങനെയാണോ അത് ഗാനം ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്, ജപിക്കേണ്ടത് അത് ഋഷി. എന്താണ് അതിൻ്റെ ഗുണം? അതാണ് ദേവത. നമ്മൾ ഈ പ്രകൃതിയാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്രയധികം ദേവതകൾ? നമ്മളെ കളിയാക്കും. 38-37 കോടി ജനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവങ്ങളുണ്ട്, ഓരോ ജനങ്ങൾക്കും ഓരോ ദൈവം അത്രയധികം ഉണ്ടെന്ന് കളിയാക്കും. ഒന്നുമില്ല, ദൈവം പ്രകൃതി തന്നെ. പക്ഷേ ഈ ദേവതകൾ എന്ന് പറയുന്നത് ഓരോരോ തത്വങ്ങളും അഥവാ ചില ഗുണങ്ങളുമാണ്. ആ ദേവതകളെ ഉപാസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന തത്വങ്ങളും അത് നമ്മുടെ ജീവിതത്തെ അനുകൂലമാക്കുന്നതുമായ ഒരു തത്വമാണ് ഈ ദേവതകൾ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമശിവായ മന്ത്രം, നാമം എന്ന് പറയാം. എല്ലാവരും നമ്മൾ ചേർപ്പോൾ നമശിവായ എല്ലാം പറയും, മുക്കാൽ കാര്യത്തിൽ. എന്താണ് ഈ നമശിവായ? നമശിവായ എന്ന ശിവപഞ്ചാക്ഷരം അത് എഴുതിയത് വാമദേവ ഋഷി പംക്തി ചന്ത സദാശിവരുദ്രോ ദേവത. അത് സദാശിവ രുദ്ര, അതാണ് അതിൻ്റെ ദേവത. വാമദേവ മഹർഷി ആണ് ഈ നമശിവായ മന്ത്രം ഉണ്ടാക്കിയത്. അത് പങ്ക്തി ഛന്ദസ്സിലാണ് ഗാനം ചെയ്യേണ്ടത്. പങ്ക്തി വെച്ച കൂട്ടത്തോടെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നാമജനം, പങ്ക്തി ഛന്ദ. അപ്പോൾ അതിൻ്റെ ഗുണോ സദാശിവരുദ്രോ ദേവത, അതാണ് ദേവത, അതാണ് ഗുണം. എന്താ ഈ സദാശിവരുദ്രോ? രുദ്രനെ സദാശിവമാക്കുന്നത്. രുദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപം. ഈ കോപത്തെ എപ്പോഴും ശിവമാക്കുന്നത്, മംഗളമാക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശിവപഞ്ചാക്ഷര മന്ത്രം ജപിച്ചാൽ, അല്ലെങ്കിൽ നാമം ജപിച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ മനസ്സിലുള്ള രൗദ്രഭാവത്തെ, ആ രൗദ്രഭാവത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഭാവമാണ്. നമുക്ക് രൗദ്രം ആർക്കും ഇഷ്ടമല്ല. രുദ്രൻ എന്ന രൗദ്രഭാവത്തെ മംഗളമാക്കുക, ശുഭമാക്കുക, നമ്മുടെ ക്രോധം ഇല്ലാണ്ടാക്കും. ഇതാണ് ഈ നമശിവായ എന്ന മന്ത്രം ജപിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് ഈ നമശിവായ മന്ത്രം ജപിച്ചാൽ മനസ്സ് വളരെ വളരെ ശാന്തമാകും. മാത്രമല്ല, നമ്മുടെ തലച്ചോറിലെ വൈബ്രേഷൻസ്, ഈ കോപം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ആ ആൽഫ, ബീറ്റ, തീറ്റ വേവ്സിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറയ്ക്കുമെന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ സ്റ്റഡി നടത്തിയിട്ട് കണ്ടുപിടിച്ചത്. ഇതാണ് ഒരു മന്ത്രജപം. അപ്പോൾ ഓരോ മന്ത്രത്തിനും ഒരു ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ദേവതയുണ്ട്. അങ്ങനെ അനവധി ദേവതകൾ എന്ന് വെച്ചാൽ അനവധി ഗുണങ്ങൾ നമ്മൾ സ്വാംശീകരിക്കാനാണ് ഈ നാമജപം പറയുന്നത്. അപ്പോൾ ധന്വന്തരി മന്ത്രം നമ്മൾ പറഞ്ഞു. അത് ധന്വന്തരി മന്ത്രമുണ്ട്. ഇത് ധന്വന്തരി സഹസ്രനാമാവലി. അത് വിശ്വദേവ എന്ന് പറയും. വിശ്വദേവം ഇത് പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതിയിൽ ആ ഉണ്ടായ ഒരു മന്ത്രങ്ങളെ കൂട്ടിയിണക്കിയത്. അതായത് ധന്വന്തരി മന്ത്രം അഷ്ടോത്തരമുണ്ട്, ബ്രഹ്മോപനിഷത്തിൽ അഷ്ടോത്തരമുണ്ട്, പിന്നെ കുറേ ഗാനങ്ങളുണ്ട്. ഇതെല്ലാം ധന്വന്തരി നാമങ്ങൾ എടുത്ത് കമ്പൈൽ ചെയ്ത്, പിന്നെ കുറച്ച് നമ്മുടെ മനസ്സിൽ ദൈവം തോന്നിച്ച കുറേ മന്ത്രങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഈ സഹസ്രനാമാവലി ഉണ്ടാക്കിയത്. അത് നമ്മൾ ഇത് പറഞ്ഞ പോലെ ഗായത്രി ഛന്ദസ്സാണ്. അതായത് ഗായത്രി ഛന്ദസ് ഗാനം ചെയ്ത് ത്രാണം ചെയ്യുക. അത് നമ്മൾ ചെല്ലി നമ്മൾ നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുക, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക. അതാണ് ധന്വന്തരിയുടെ ഗുണങ്ങൾ. ധന്വന്തരിയുടെ ഗുണങ്ങൾ ആരോഗ്യദാത, നമുക്ക് ആരോഗ്യം കിട്ടും. ഇതാണ് ഈ ധന്വന്തരി സഹസ്രനാമാവലിയുടെ
ഋഷി ഛന്ദസ് ദേവതകൾ. ഇങ്ങനെ ഓരോ മന്ത്രത്തിനുമുണ്ട്. അതുകൊണ്ട് മന്ത്രജപത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അനവധി ദേവതകളുണ്ട്, അതെല്ലാം ദൈവമല്ല, അത് ആ ദൈവത്തിൻ്റെ ഒരു അംശമല്ല. ഈ ദൈവം നമുക്ക് തരേണ്ട ഓരോ ഗുണങ്ങൾ, ഓരോ തത്വങ്ങൾ, ആ ഓരോ പ്രിൻസിപ്പിൾസ് അത് സ്വാംശീകരിക്കലാണ് ഇത്ര 38 കുറേ ആൾക്കാർ കളിയാക്കി പറയും. 1000 കുറേ അനവധി ദേവതകളിലും കളിയാക്കും. ഹിന്ദു മതത്തെ കളിയാക്കാൻ വേണ്ടി പറയുന്ന അതല്ല. നമുക്കതിന് പ്രിൻസിപ്പിളുണ്ട്. നമുക്കൊരു ദൈവമേ ഉള്ളൂ, പ്രകൃതി. ആ പ്രകൃതിയെ സംരക്ഷിക്കുക. അതിന് നമ്മൾ നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാക്കാനും അനവധി ഗുണങ്ങൾ കിട്ടാനും വേണ്ടി നമ്മൾ നാമം ജപിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക. നാമം ജപിക്കന്നെ നമുക്ക് രക്ഷയുള്ളൂ, അല്ലേ? അതാണ് ദൈവത്തിനോട് അടുക്കാനുള്ള ഏറ്റവും എളുപ്പവഴി. എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.